കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പാരന്റൽ ബ്ലൂ എന്താണെന്നും അതുപോലെ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്ക് ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ്, എന്തൊക്കെ റീസൺസ് ആണ് ഒരു മദർ പാരന്റൽ ബ്ലൂയിലേക്ക് വരുന്നത് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഹോർമോൺ ചേഞ്ചസ് ആണ്. ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ റാപ്പിഡായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ടും ഹോർമോൺസിൽ ചേഞ്ച് വരും. അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ ആങ്കർ ആയിട്ടായിരിക്കാം, എപ്പോഴും വഴക്കിടുന്ന ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ എപ്പോഴും കരയുക, അങ്ങനത്തെ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യാനുള്ള റീസൺസ് വെച്ചാൽ അവരുടെ ഇൻറ്റേർണലി ഉള്ള ഹോർമോൺസിലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അതിൻ്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇഷ്യൂ ആയിട്ട് കണ്ടുവരുന്നത് എപ്പോഴും റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസസ് ആണ്. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിലി സ്ട്രക്ചർ ആയിരുന്നു. അത് ഇപ്പോഴും വരുമ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങി പോവാണ്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ബേബീസിനൊന്ന് കൈമാറെടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു സോഴ്സസ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഒരു ലോൺലിനെസ് ആണ്. അതായത് മദർ ഹസ്ബൻഡ് ബേബി എന്നുള്ളൊരു ന്യൂക്ലിയർ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനോ ആൾക്കാരില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻസും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളൊരു പാർട്ടും കൂടിയാണ് ഈ ഒരു ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഇഷ്യൂസ് എന്നുള്ളത്. ഇതുപോലെ തന്നെ അമ്മമാരുടെ അവരൊക്കെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കുക, ഇപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ബേബിക്ക് പാല് കൊടുക്കേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്ട്രെസ്സ് ഒന്നും കൂടി കൂടുകയാണ്. അവരുടെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് അവർ കൂടുതൽ സ്ട്രെസ് ഔട്ട് ആവുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, പോസ്റ്റ് പാരന്റൽ ബ്ലൂ വരാനുള്ള ഒരു റീസൺസ് ആണ്. പക്ഷേ ഇത് ഈ ഒരു പോയിന്റ്സ് മാത്രമാണ് പാരന്റൽ ബ്ലൂ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതും അതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നമുക്കിതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എപ്പോഴും പാരന്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ടുമാണ്. ദെൻ അത് മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 വീക്സ് അപ് ടു പോവാണ് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. പ്രൊഫഷണൽ ഹെൽപ്സിനായിട്ട് നമുക്കിവിടെ പ്രസൂതിക്കൽ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇവരോട് കോൺടാക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസും ഷെഡ്യൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇഫ് നിങ്ങൾ ക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടെ കടന്നു പോകുന്ന ഒരു മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി പ്രസൂതിക്ക എപ്പോഴും അവൈലബിൾ ആയിരിക്കും.